ദൈവസ്നേഹം കൈമാറുവാൻ വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. കുഞ്ഞുനാളിലെ ആഗ്രഹിച്ചതായിരുന്നു ക്രിസ്തുവിനോട് ചേർന്നു നിൽക്കുന്ന പുരോഹിതനാകുന്നത്. ബലിപീഠവും പുരോഹിതനും കുർബാന കുപ്പായവും ഇന്നും എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ്. ഈ യാത്ര എളുപ്പമല്ല എന്ന ബോധ്യം എനിക്കുണ്ട്. എങ്കിലും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്തിനും ഭയപ്പെടണം എന്ന ചിന്തയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ ധൈര്യം നൽകുന്നത്. ജനനം മുതൽ മരണം വരെ ദൈവത്തിലേക്ക് വഴി നടത്തുന്നതിൽ പുരോഹിതർ വഹിക്കുന്ന പങ്ക് വലുതാണ്. ഓരോ നിമിഷവും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അൾത്താരയ്ക്ക് മുന്നിൽ കാസയും പീലാസയും ഏന്തി ചുണ്ടിൽ കൂദാശവചനങ്ങൾ ഉരുവിടുന്നതാണ് സ്വപ്നം കാണുന്നത്. ഈ സ്വപ്നം ഒരു സ്ഥാനവും ആഗ്രഹിച്ചല്ല, പിന്നെയോ സമർപ്പണത്തിൻ്റെതാണ്. കാസയും പീലാസയും കൈകളിലെടുക്കുമ്പോൾ അനേകം ഹൃദയങ്ങളുടെ സന്തോഷവും കണ്ണീരും പ്രത്യാശയും ദൈവസന്നിധിയിൽ ഉയർത്തുവാനുള്ള ഉത്തരവാദിത്വത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. കർത്താവെ, അങ്ങേ ഹിതം നിറവേറ്റുന്ന വൈദികനായി ജീവിക്കാൻ എന്നെ വഴി നടത്തി അഭിഷേകം ചെയ്യണമേ എന്നു മാത്രമാണ് എന്നും എൻ്റെ പ്രാർത്ഥന. ക്രൂശിതനും അപ്പവും വീഞ്ഞും കുർബാന കുപ്പായവും ഇന്നും എൻ്റെ ഹൃദയത്തിൽ മായാതെ നിൽപ്പുണ്ട്. ആ ദിനവും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ എന്നും മുന്നോട്ട് പോകുന്നത്. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്ന വചനം ഹൃദയത്തോട് ചേർത്ത് ആ ദിനവും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് ഈശോയുടെ സ്വന്തം ഞാൻ